നമ്മൾ ഇന്ന് വളരെ ഭരിക്കുന്ന ഒരു പ്രശ്നമാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധം, ഗാസ ഇസ്രയേൽ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളും, ഒന്നല്ല രണ്ട് യുദ്ധങ്ങളും വേദപുസ്തക പ്രവചനങ്ങളെ ശീഘ്രഗതിയിൽ അത് നിവർത്തിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ അത് ചെന്ന് കലാശിക്കുമോ? എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അതിലേക്ക് അത് നയിക്കുകയാണ്. ഇത് മൂന്നാം ലോകമഹായുദ്ധമൊന്നുമല്ല, പക്ഷേ ഇന്ന് കാണുന്ന ഈ പ്രതിഭാസം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് തിരിയുകയാണ്. ഞാനത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലെടുത്ത് കാണിക്കാം. ഒന്നാമത് ഇസ്രയേലും ഗാസയുമായിട്ടുള്ള യുദ്ധം. ഇത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പ്രാധാന്യതയുണ്ടോ? ഇത് അന്ത്യകാല യുദ്ധം എന്ന് ബൈബിൾ പറയുന്ന അർമഗദോൻ അല്ലെങ്കിൽ തേർഡ് വേൾഡ് വാറിലേക്ക് നീങ്ങുകയാണോ? അതെ. ഈ യുദ്ധം ഇപ്പോൾ ചിലപ്പോൾ തീർന്നേക്കാം, പക്ഷെ ഇത് ലോക മനുഷ്യൻ്റെ മനസ്സിനെ യഹൂദന് വിരോധമായി ഒരുക്കിയെടുക്കുകയും അവസാനം ബൈബിൾ രേഖപ്പെടുത്തി ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വിരുദ്ധമായ യുദ്ധത്തിന് ചെല്ലും. ഞാൻ വേഴ്സസ് എടുത്ത് കാണിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഞാൻ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രസംഗം ചെയ്തിട്ടുണ്ട് ഇതോടുള്ള ബന്ധത്തിൽ. എന്നോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ യഹൂദന് ഇത്ര പ്രത്യേകത? ലോകത്തിലെ ഒരു കൊച്ചു രാജ്യം, ഇന്ന് അവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 470 കിലോമീറ്റർ ലോങ്. ഒരു രാജ്യത്തിൻ്റെ നീളം 470 കിലോമീറ്ററേ ഉള്ളൂ. ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ഇസ്രയേൽ ഈസ് ഓൺലി 135 കിലോമീറ്റർ. They are surrounded by 22 Islamic nations. 22 ഇസ്ലാമിക് രാജ്യങ്ങൾ അവരെ തുടച്ചു കളയുവാൻ ഓത്തെടുത്തുകൊണ്ട് 1948 13 മാസം നീണ്ടു നിന്ന യുദ്ധം, 1956 യുദ്ധം, 1967 6 ദിവസത്തെ യുദ്ധം, 1973 യോം കിപ്പർ യുദ്ധം, 1982 ലെബനോൻ യുദ്ധം. ആയുധങ്ങൾ താഴ്ത്തി വെക്കാൻ സാധിക്കാത്തൊരു രാജ്യമാണ് ഇസ്രയേൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ആർമി 24 hours അലേർട്ടാണ്. 24 hours കൊണ്ട് they can field 1 million armies in uniform. അവരുടെ ആണുങ്ങളും പെണ്ണുങ്ങളും they are trained soldiers and it is compulsory for every Jewish woman and men to serve in the arms. അവിടെയുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പട്ടാളത്തിൽ സേവനം ചെയ്യുവാൻ നിർബന്ധിതരാണ്. 24 മണിക്കൂർ കൊണ്ട് അവർക്ക് 1 മില്യൺ 10 ലക്ഷം പടയാളികളെ അണിനിരത്തുവാൻ കഴിയുന്നവരാണ് യഹൂദന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കൂടിയ 5 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈ കൊച്ചു രാജ്യം. ഇന്ത്യൻ ഗവൺമെൻറ് അവരോട് ഒരുപാട് ആയുധങ്ങൾ മേടിച്ച് കൂട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും അവരുടെ കൈകളിൽ നിന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ എന്തിനാണ് ഈ രാജ്യത്തിന് ഇത്ര പ്രത്യേകത? വൈ ഗോഡ് ഈസ് ഷോയിങ് എ ഫേവറിറ്റിസം ടു ദിസ് പീപ്പിൾ? വൈ? എവിടെയാണ് ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത്? ഈ ബൈബിളിൽ 11 അധ്യായമേ എടുത്തുള്ളൂ ക്രിയേഷൻ, ഉൽപ്പത്തി പറയാൻ, മനുഷ്യൻ പാപം ചെയ്ത് പറയാൻ, ജലപ്രളയം ഉണ്ടായത് പറയാൻ. ഇതൊക്കെ പറയാൻ ദൈവം ആകെ എടുത്തത് 11 അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചിറക്കി ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുക. പിന്നെ ബൈബിൾ തീരുന്നത് വരെ അവരുടെ ചരിത്രമാണ്. ആലോചിച്ച് നോക്കി, 11 ചാപ്റ്റർ എടുത്തുള്ളൂ ദൈവം ഈ ബാക്കി കാര്യങ്ങളെല്ലാം പറയാൻ. ക്രിയേഷൻ, ഫ്ലഡ്, ഇതെല്ലാം പറയാൻ 11 ചാപ്റ്റർ എടുത്തുള്ളൂ. 12-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുകയാണ്, അവരോടുള്ള ചരിത്രം ആരംഭിക്കുകയാണ്. ആ ചരിത്രം അവസാനിക്കണമെങ്കിൽ ബൈബിളിൻ്റെ അവസാനത്തെ പേജുകളിലാണ് അവസാനിക്കുന്നത്. അവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഞാൻ അവരോടുള്ള പ്രത്യേകതകൾ ഓടിച്ചു പറയാം, അതൊരു പഠനമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ ബൈബിൾ എഴുതിയതാരാ?
ഞാൻ പറഞ്ഞു 40 എഴുത്തുകാരുണ്ടെന്ന്. ഈ 40 എഴുത്തുകാരിൽ 39 എഴുത്തുകാരും ജ്യൂസാണ്, യഹൂദന്മാരാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ യഹൂദനല്ലാത്തത്, ലൂക്ക്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ എഴുതിയത് യഹൂദനാണ്. പൗലോസ് പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ്, യഹൂദൻ എന്ത് വിശേഷത റോമൻസ് ചാപ്റ്റർ 3 പറയുന്നുണ്ട്. വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് ഏൽപ്പിച്ചത്. They are the writers and they were the custodians of the holy scriptures. ഈ ബൈബിളെ രേഖപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച മനുഷ്യരാണ് യഹൂദന്മാർ. ആവർത്തന പുസ്തകത്തിലുമുണ്ട് അവരുടെ പ്രത്യേകത. ഈ ദൈവത്തിൻ്റെ വചനം അവരെഴുതി സൂക്ഷിച്ചുകൊണ്ടാണ്. 2, എന്താണ് യഹൂദൻ്റെ പ്രത്യേകത? അവൻ്റെ ഭൂമിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അവൻ്റെ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇവിടെ വേൾഡ് മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ ഒന്ന് വേൾഡ് മാപ്പ് ഒന്ന് കാണിച്ചേ. നിങ്ങൾക്ക് കാണാമോ വേൾഡ് മാപ്പ്? ലൈറ്റ് ഉള്ളതുകൊണ്ട് വളരെ ബ്രൈറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇസ്രയേലിൻ്റെ, നിങ്ങൾക്കറിയാം ഇസ്രയേൽ എവിടെയാണെന്നറിയാമോ? 3 കോണ്ടിനെൻ്റ് കൂടുന്ന ഇടത്തിലാണ്. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. നിങ്ങൾ ആ പിക്ചർ നോക്കി. 3 കോണ്ടിനെൻ്റ് യോജിക്കുന്ന ആ സ്ഥലമാണ്. ബൈബിൾ അതിനൊരു പേര് കൊടുത്തു. ദൈവം വിളിച്ച സ്ഥലം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ദ വേൾഡ്. എസെക്കിയേൽ 5:5, എസെക്കിയേൽ 38:12, ഐശയ്യ 19:24. 3 വേദഭാഗത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ എഴുതുന്നുണ്ട്. എസെക്കിയേൽ 5:5, എസെക്കിയേൽ 38 and verses 12, ഐശയ്യ chapter 19 and verses 24. ഈ വാക്യങ്ങളിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെൻറ്റർ ആണെന്ന്. ഭൂമിയുടെ സെൻറ്ററാണ്. ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ദ വേൾഡ്. ആ സ്ഥലം എന്തിനാ ദൈവം കൊടുത്തത്? അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം യഹൂദൻ്റേതല്ല, പലസ്തീനികൾക്കുള്ളതാണ്. ഗാസയിലെ ഈ യുദ്ധം നടക്കുമ്പോൾ ലോകത്തിൽ കേട്ട ശബ്ദം എന്താ? ഇന്ന് പലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്തിലെ ആകമാനം പ്രോ പലസ്തീനിയൻ ജാഥകളൊക്കെ നടക്കുക. നമ്മുടെ കേരളത്തിലും ഇവിടുത്തെ ഭരണകൂടവും കോഴിക്കോട്ട് നടന്ന മീറ്റിങ്ങും ഒക്കെ നമുക്കറിയാം. പ്രോ പലസ്തീനിയൻ. അവർ പറയുന്നത് പലസ്തീനികളുടെ സ്ഥലം യഹൂദൻ കൈവശപ്പെടുത്തിയെന്നാ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ദൈവം അബ്രഹാമിനെ പറഞ്ഞയച്ച് പലസ്തീൻ്റെ മണ്ണിൽ വന്നപ്പോൾ, ജനസിസ് ചാപ്റ്റർ 15, സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ എടുത്ത് വായിക്കുന്നില്ല, 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, ഞാൻ മക്കളില്ലാത്തവരാണ്, എൻ്റെ ദാസൻ എലിയാസാർ ഇതിൻ്റെയൊക്കെ അവകാശിയാകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, നിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നവൻ തന്നെ മകനാകും, ഈ അവകാശിയാകും. എന്തിനാൽ ഞാൻ അറിയും എന്ന് ചോദിക്കുമ്പോൾ ദൈവം മറുപടി പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? 5 യാഗവസ്തുക്കൾ എടുക്കാൻ പറഞ്ഞു, 2 പിളർന്നു വെക്കാൻ പറഞ്ഞു. ജനസിസ് ചാപ്റ്റർ 15 വായിച്ചു നോക്കുക, ഞാൻ പറഞ്ഞു പോകാം. ആ പിളർന്നു വെച്ചിട്ട് അബ്രഹാം തനിച്ചിരിക്കുക. ഭയന്നു, ഇരുട്ട് വന്നു, റാഞ്ചൽ പക്ഷികൾ വന്നു. ഈ പക്ഷികളെ ആട്ടി ഓടിച്ച് അബ്രഹാം തനിച്ചിരിക്കുമ്പോൾ പുകയുന്ന ഒരു തീച്ചൂള അതിൻ്റെ നടുവേ കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. എന്താ ഈ വസ്തുത? നിങ്ങൾ യെരമ്യാ പ്രവചനത്തിൽ പോകുമ്പോൾ യെരമ്യാ പ്രവചനത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം യെരമ്യാ 34:16-20 വരെയാണ്. വായിക്കാനൊന്നും നേരമില്ല. യാഗമൃഗത്തെ 2 പിളർന്നു വെച്ച് അതിൻ്റെ നടുവിലൂടെ കടന്ന് എന്നോട് ഉടമ്പടി ചെയ്തവരെ എന്ന് ദൈവം പറയുന്നുണ്ട്. രക്ത ഉടമ്പടി എന്ന് പറയും. രക്ത ഉടമ്പടി.
ബ്ലഡ് കവനന്റ്. ഒരു യാഗമൃഗത്തെ പിളർന്നു വെച്ചിട്ട് രണ്ടുപേര് കൂടി അതിൻ്റെ നടുവിലൂടെ നടന്ന് ഒരു കവനന്റ്, ഒരു ഉടമ്പടി ചെയ്താൽ മരിച്ചാലും അത് ലംഘിക്കാൻ സാധ്യമല്ല. അതിൻ്റെ പേരാണ് ബ്ലഡ് കവനന്റ്. ഇവിടെ 5 യാഗമൃഗങ്ങളുടെ നടുവിലൂടെ ദൈവം തീപ്പന്തമായി കടന്നുപോയി. അന്ന് യഹോവ അബ്രാഹാമിനോട് ഉടമ്പടി ചെയ്തു. എന്താ ഉടമ്പടി? ഇനിയും ഇവിടെ ഇരിക്കുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എന്താ ഉടമ്പടി ചെയ്തത്? അതിൻ്റെ 18-ാം വാക്യം, അന്ന് യഹോവ അബ്രാഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ തന്നിരിക്കുന്നു. യെസ്, സത്യമാണോ അത്? എന്താ ദൈവം പറഞ്ഞത്? ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ ഇറാഖിലൂടെ, സിറിയയിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടസ് നദി വരെ ഈ 2 നദികളുടെ ഇടയിലുള്ള സ്ഥലം ഞാൻ തന്നിരിക്കുന്നു. ദൈവത്തിന് കൊടുക്കാൻ അവകാശമുണ്ടോ? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും എനിക്കുള്ളതാണെന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിന് അവകാശമുണ്ടോ? അവൻ്റേതാണ് ഈ ഭൂമി. അവനാണ് അബ്രഹാമിനോട് നിത്യ ഉടമ്പടി ചെയ്തത്. ഒന്നുകൂടെ നമ്മൾ ഓർക്കണം, അബ്രഹാമിനെ നടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അബ്രഹാം തനിച്ചിരുന്നപ്പോൾ, പേടിച്ചിരുന്നപ്പോൾ, ഭയം വരുന്നപ്പോൾ ഒരു തീപ്പന്തമായി ദൈവം അതിൻ്റെ നടുവിലൂടെ കടന്നുപോയിട്ട് ഉടമ്പടി ചെയ്തു. ദൈവം പറയുകയാണ്, നീ നടക്കണ്ട, നീയും നിന്റെ മക്കളുമൊക്കെ തെറ്റിപ്പോകാം. ഞാനാണ് ഉടമ്പടി ചെയ്യുന്നത്, എൻ്റെ വാക്കുകൾ ഒരിക്കലും ലംഘിക്കില്ല. എന്താ ആ വാഗ്ദത്തം? ഈ ദേശം നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കുമാണ്. എത്ര നാളത്തേക്കാ? 17-ാം അധ്യായം നോക്കിയേ. 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായി കനാനൊക്കെയും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. എറ്റേണൽ കവനന്റ്. ദൈവം നിത്യ ഉടമ്പടി കൊണ്ട് ഈ സ്ഥലം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും കൊടുത്തതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആ പ്രശ്നമൊന്ന് പരിഹരിക്കാം. അറബി ദേശക്കാർ പറയുന്നു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. ഒരു വിധത്തിൽ അവർ അബ്രഹാമിൻ്റെ മക്കളാണ്. കാരണം ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഒരു പുത്രൻ ജനിച്ചു തൻ്റെ ദാസിയിൽ, ഹാഗറിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസ്മായിൽ. ഇസ്മായിലിന് 12 മക്കളുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ സാറ മരിച്ച ശേഷം അബ്രഹാം വീണ്ടും വിവാഹം കഴിച്ചു കെത്തൂറ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ. ജനസിസ് ചാപ്റ്റർ 25. അവിടെ 6 മക്കൾ ജനിച്ചു. 12ഉം 6ഉം 18. യാക്കോബിന് ഒരു ഇരട്ട സഹോദരനുണ്ടായിരുന്നു, ഏശാവ്. അവൻ അറബിയായി മാറി. അതിൻ്റെ ചരിത്രം വേറെ. അപ്പോൾ 19 പേര് അറബികൾ അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചവരാണ്. ദൈവം പറഞ്ഞു, നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് തരുമെന്ന്. അറബികൾ ക്ലെയിം ചെയ്യുന്നു, ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണ്. ഇന്ന് ഗാസയിലെ പ്രശ്നത്തിൻ്റെ പുറകിലുള്ളതും ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. ഞാൻ ഈ വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ ഇപ്പോൾ വാർത്തയിൽ മുന്തി നിൽക്കുന്നത് 2 നേഷൻ, 2 നേഷൻസ് സൊല്യൂഷൻ. 2 രാജ്യങ്ങൾ ഉണ്ടായെങ്കിലേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. 2 നേഷൻ ഉണ്ടാക്കാനുള്ള, നമ്മൾ ഓർക്കണം, 47-ൽ UN തീരുമാനിച്ചതാണ് ഇസ്രയേലിന് ഒരു സ്ഥലവും മറുഭാഗം പലസ്തീനികൾക്ക് രാജ്യമായി കൊടുക്കാൻ. അന്ന് അവരതിനെ തിരസ്കരിച്ചു. 1947 UN ഡിസൈഡ് ചെയ്തതാണ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ. എന്തിനാ അവർ അന്ന് റിജക്റ്റ് ചെയ്തത്? അവർ റിജക്റ്റ് ചെയ്തത്, അവരത് അംഗീകരിച്ചാൽ യഹൂദനെ രാജ്യമായിരിക്കുന്നത് അവർ അംഗീകരിക്കണം. അതിന് മനസ്സില്ലാഞ്ഞതുകൊണ്ട് അവരത് തിരസ്കരിച്ചു. 47-ൽ ഇന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഈ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ലോകം വെച്ച് നീട്ടിയതാണ്. അവർക്ക് വേണ്ടായിരുന്നു. ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി, 2 നേഷൻ സൊല്യൂഷന് വേണ്ടി ലോകത്തിലെ രാജ്യങ്ങളൊക്കെ ശബ്ദമുയർത്തുകയാണ്. ഗാസയുടെ പ്രശ്നം മൂർച്ഛിക്കുമ്പോൾ ലോകത്തിൻ്റെ മനസ്സാക്ഷിയിൽ വേറെ ഒരു രാജ്യം കൂടെ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പലസ്തീനികളും ഹാമാസും അതുപോലെയുള്ള തീവ്രവാദ അറബി വിഭാഗങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്
ഇസ്രയേലിൻ്റെ സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണ്. ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളവരെ ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തും. യെരുശലേം ഞങ്ങളുടെ തലസ്ഥാനമായി വേണം, പലസ്തീൻ രാഷ്ട്രത്തിന് തലസ്ഥാനമായി വേണം. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ ദൈവം പറഞ്ഞു, ഈ ദേശം നിനക്ക് നിൻ്റെ ശേഷം നിൻ്റെ സന്തതികൾക്കുമാണ്. അബ്രഹാമിന് 2 മക്കള്, ഒന്ന് ഇസ്മായേല്, സാറയിലുണ്ടായ ഇസഹാക്ക്. 26-ാം അധ്യായം നമുക്ക് നോക്കാം. ഉൽപ്പത്തി 26-ാം അധ്യായം. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു പോട്ടെ, ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ പ്രോബ്ലം ആയതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. ബൈബിള് വിശ്വസിക്കുന്നവർ 26-ാം അധ്യായത്തിൽ ദൈവം ഇസ്ഹാക്കിനോട് പറയുന്നു, ഇസ്മായിലിനോടല്ല, ഇസ്ഹാക്കിനോട് പറയുന്നു. 26-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. ഇത് ഇസ്മായിലിനോടല്ല പറയുന്നത്, ഇസഹാക്കിനോടാണ് പറയുന്നത്. ഇസഹാക്കിന് റിബേക്കയിൽ 2 മക്കൾ വയറ്റിലുണ്ടായി, ഒന്ന് ഏശാവും ഒന്ന് യാക്കോബും. ദൈവം ഈ കവനന്റ് റിന്യൂ ചെയ്തത് ആരോടാണ്? 35-ാം അധ്യായം നോക്കിയാട്ടെ, ചാപ്റ്റർ 35, 35-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം. 35-ന്റെ 11-12. അവിടെ ദൈവം യാക്കോബിനോട് സംസാരിക്കുകയാണ്. 9-ാം വാക്യം, യാക്കോബ് 11. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടൊന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാർ നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. യാക്കോബിന് 12 മക്കള്. ആ 12 മക്കളാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. ദൈവം ആർക്കായി ഭൂമി കൊടുത്തത്? അബ്രഹാമിന് കൊടുത്തു. അതിൻ്റെ ശേഷം ആ വാഗ്ദത്തം തൻ്റെ പുത്രനായ ഇസഹാക്കിനോട് റിന്യൂ ചെയ്തു. അതിൻ്റെ ശേഷം ആർക്കാ കൊടുത്തത്? യാക്കോബിന് കൊടുത്തു. യാക്കോബിനോട് പറഞ്ഞു, നിന്റെ ശേഷം നിന്റെ മക്കൾക്കാണ്. എത്ര നാളത്തേക്കാ? ശാശ്വത അവകാശമായി. അബ്രഹാമിന് ഇത് അറിയാമായിരുന്നു. അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? ഈ അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. മാപ്പ് എടുത്ത് കാണിക്കാൻ നിവൃത്തിയിൽ ഇസ്രായേലിൻ്റെ മാപ്പ് ഒന്ന് കാണിക്കാം. ഇസ്രായേലിൻ്റെ മാപ്പ് ഈ വാക്യം വായിച്ചിട്ട് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 25-ന്റെ 6 തൊട്ടുള്ള വാക്യം. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തേക്ക് അയച്ചു. എന്നെ സഹോദരന്മാരെ, അബ്രഹാം, അതിൻ്റെ 5-ാം വാക്യം, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസാക്കിന് കൊടുത്തു. എന്നാൽ തൻ്റെ വെപ്പാട്ടികളുടെ മക്കൾ, അതായത് ഇസ്മായേല് ഹാഗറിലുണ്ടായി, കെത്തൂറയിൽ 6 മക്കളുണ്ടായി. അവർക്ക് കൊടുത്ത സ്ഥലം ഏതാ? ഈ 6-ാം വാക്യം നോക്കിയേ. അബ്രഹാം ജീവനോടിരിക്കുമ്പോൾ അവരെ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് അയച്ചു. ഈ മാപ്പ് നോക്കിയേ. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന ഭാഗം ഏതാണ്? ഇസ്രായേലിന്റെ ഇത് ഇസഹാക്കിന് കൊടുത്തതാണ്. അതിന്റെ ശേഷം കിഴക്കോട്ടുള്ള സ്ഥലം, ഈ കിഴക്കോട്ടുള്ള സ്ഥലം, ഈ മാപ്പ് മൊത്തം നമുക്ക് കാണാൻ വയ്യ. എവിടമാണ് ആ സ്ഥലം? അറേബ്യൻ പെനിസുലയാണ്. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഖത്തർ, യമൻ, ഒമാൻ, ഈ സ്ഥലങ്ങൾ ആർക്ക് കൊടുത്തതാ? അബ്രഹാമിന് സന്തതിയായ ഇസഹാക്കിന് കൊടുത്ത സ്ഥലത്തുനിന്ന് കിഴക്കോട്ട് അയച്ചു. കിഴക്കെന്ന് പറയുന്നതാണ് ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലമാണ് അറേബ്യൻ ഭൂമികൾ മുഴുവൻ. അത് കൊടുത്തത് നമ്മൾ ഓർക്കണം, അബ്രഹാമിന്റെ വെപ്പാട്ടികളുടെ മക്കൾക്ക്. അറേബ്യൻ രാജ്യങ്ങളിൽ അറബികൾ പാർക്കുന്ന പ്രദേശമാണ് ആ പ്രദേശം. ഇസഹാക്കിന് കൊടുത്തത് നമ്മൾ കണ്ടതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി. ഈ പടത്തിൽ നോക്കി കിഴക്കോട്ട് പോയി ഇത് അറേബ്യൻ മരുഭൂമിയാണ്. അറേബ്യൻ മരുഭൂമി, സൗദി അറേബ്യയൊക്കെ പാർക്കുന്നത് അവിടെയാണ് ഈ അറബികൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വെപ്പാട്ടികളുടെ മക്കൾ പാർക്കുന്നത്. പക്ഷെ അവർ അവകാശപ്പെടുകയാണ്, ഇസ്രായേലിന് കൊടുത്ത ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്.
ദൈവം പറയുന്നുണ്ട് അത് തെറ്റായ ഒരു പ്രഖ്യാപനമാണ്. എന്നാൽ ഇവിടെ നിൽക്കട്ടെ, ഇസ്രായേൽ ഇവിടെ ഇല്ലായിരുന്നു. കാത്തലിക് ചർച്ചിൻ്റെ സ്റ്റാൻഡ്, അവരുടെ പോപ്പിൻ്റെ എമിസറി ഇസ്രായേൽ രാഷ്ട്രമാകുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുക്കൽ ആളിനെ അയച്ചിട്ട് പറയിച്ചു, ഇസ്രായേൽ അവിടെ പാർത്തു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അവരവിടെ നിന്ന് പോയിട്ട് എത്രയോ വർഷമായി. ഇപ്പോൾ അവർക്ക് ആ ഭൂമി അവകാശപ്പെടാൻ അവകാശമില്ല. ഇത് അറബികളുടെ തന്നെ ഭൂമിയാണ്. WCC വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ അവർ പ്രഖ്യാപിച്ചു, ബ്രിട്ടീഷുകാർ ഈ സ്ഥലം യഹൂദന് വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ച ബാൽഫോർ ഡിക്ലറേഷൻ തെറ്റാണ്, ഇത് അറബികളുടെ സ്ഥലമാണ്. ആരാ പറയുന്നത്? ക്രിസ്ത്യാനികൾ. WCC വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ, കാത്തലിക് ചർച്ച്, ലോകത്തിലെ ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നവർ പറയുന്നു ഈ സ്ഥലം അറബികളുടെ സ്ഥലമാണ്. ബൈബിൾ എന്താ പറഞ്ഞത്? ഈ സ്ഥലം ഇസഹാക്കിനും അവൻ്റെ മക്കൾക്കും കൊടുത്താണ്, അബ്രഹാമിൻ്റെ സന്തതികൾക്ക് കൊടുത്തതാണ്, അത് യാക്കോബിൻ്റെ മക്കൾക്ക് കൊടുത്തതാണ്, നിത്യാവകാശമായി കൊടുത്തതാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ശരിയാണ്, ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ജനമാക്കി. നാം കണ്ടു, ലോകത്തിൻ്റെ മധ്യമാണ് ഇസ്രായേൽ. എന്തിനാ ഈ മധ്യഭാഗത്ത് കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ 4 കോണിലോട്ടും പ്രകാശം പരത്തണം. They were in the center of the world, giving light to the world. ലോകത്തിൻ്റെ 4 കോണിലോട്ടും ലൈറ്റ് കൊടുക്കണം. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഭൂമിക്കൊരു പേരുണ്ട്, ലാൻഡ് ബ്രിഡ്ജ്. ലാൻഡ് ബ്രിഡ്ജ് എന്താ ഇതിൻ്റെ കാരണം? യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലോട്ടോ, ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ടോ ഒക്കെ പോകണമെങ്കിൽ, അവർക്ക് നടന്നു പോകണമെങ്കിൽ, നടന്നാണല്ലോ പോയത്, കഴുതപ്പുറത്തും അതുപോലെ ഒട്ടകത്തിൻ്റെ പുറത്തും ഒക്കെ, അവർക്ക് സൗദി അറേബ്യയുടെ ആ അറേബ്യൻ മരുഭൂമിയിലൂടെ പോകാൻ നിവൃത്തിയില്ല. അവർക്ക് പോകാൻ കഴിയുന്ന ഏക സ്ഥലം ഇസ്രായേലിൻ്റെ ഭൂമിയിലൂടെയാണ് അപ്പുറത്ത് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിന് കൊടുത്ത പേരാണ് ലാൻഡ് ബ്രിഡ്ജ്. അവരതിലെ കടന്നു പോകുമ്പോൾ അവരുടെ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെക്കുറിച്ച് അവർ മനസ്സിലാക്കും. അങ്ങനെയാണ് തെക്കേ ദേശത്തിലെ രാജ്ഞി, യമനിൽ പാർക്കുന്ന ശേബ രാജ്ഞി, കച്ചവടക്കാർ അതിലെ കടന്നുപോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടം ജനമുണ്ട്, അവരുടെ ദൈവം ഇങ്ങനെയാണ്, അവരുടെ രാജാവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ സദേൺ പാർട്ട്, കർത്താവിൻ്റെ വാക്കുകളിൽ, ലോകത്തിൻ്റെ അറുതിയിൽ നിന്ന് അവൾ ശലോമോനെ കടമൊഴിയായി പരീക്ഷിക്കാൻ അവിടെ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പർപ്പസ് അതായിരുന്നു. They have to be a light to the world. ലോകത്തിൽ പ്രകാശം കൊടുക്കുന്നവരായി, ലോകത്തിൻ്റെ കേന്ദ്രഭാഗത്തിൽ അവരായിരിക്കണം. എന്നാൽ അവരോട് ദൈവം നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിക്കണം, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണം, നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കണം. എനിക്ക് ആ വാക്യങ്ങൾ എടുക്കാൻ നിവൃത്തിയില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയാം. അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ ലോകത്തിൽ ഉഴന്നു നടക്കുന്നവരാക്കും. I will make you wanderers. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന പുസ്തകം ചിലരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. മർച്ചൻ്റ് ഓഫ് വെനീസ്. ഈ മർച്ചൻ്റ് ഓഫ് വെനീസിൽ ഒരു മണി ലെൻഡറിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു മണി ലെൻഡർ. ഈ മണി ലെൻഡർ ആരാ? അത് യഹൂദനാണ്. മർച്ചൻ്റ് ഓഫ് വെനീസിലെ ആ ബുക്കിൽ എന്തിനാണ് ഷേക്സ്പിയർ അങ്ങനെ എഴുതിയത്? പരിഹസിച്ചെഴുതിയതാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞു. നമ്മൾ ഓർക്കണം, പലസ്തീൻ എന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം. ദൈവം ഒരു സ്ഥലത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ, ഗുഡ് ലാൻഡ്. അത് ഈ സ്ഥലമാണ്. പാലും തേനും ഒഴുകുന്ന ദേശം, 7 കൂട്ടം ഫലങ്ങളുണ്ടാകുന്ന ദേശം, ഫലഭൂഷ്ടമായ ദേശം. എന്നാൽ അവരോട് ദൈവം പറഞ്ഞു, ഞാൻ പല വാക്യങ്ങൾ എടുക്കണം, എന്നാൽ ആവർത്തിച്ച് പല പ്രവാചകന്മാരിലൂടെ amend your ways, നിങ്ങളുടെ വഴികളെ നിങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ജെരമ്യാവ് 6:8 വാക്യം, യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെ ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. തീർന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കിയേ, 7:3, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ ദേശത്ത് വസിക്കുമാറാക്കും. നിങ്ങൾ കാര്യങ്ങളെ ക്രമീകരിക്കുക സ്പിരിച്വലി,
അതർവൈസ് നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ ചിതറിക്കും. മൂന്നാമതൊരു വാക്യം 9:16 നോക്കിക്കാട്ടെ. 9:16 അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും. ദൈവം അവരെ ചിഹ്നിക്കുക മാത്രമല്ല, അവരുടെ പിറകെ വാളൂരുമെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ഇത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും, നിങ്ങളെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. നിങ്ങളെ മോശ പറഞ്ഞു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും. കേരളം ഭൂപടമെടുത്ത് നോക്കി, ഭൂമിയുടെ ഒരു അറ്റമല്ലേ? ഈ അറ്റത്ത് എന്തിനാണ് യഹൂദൻ വന്ന് പാർത്തത്? മാളയിലും കൊടുങ്ങല്ലൂരും പറവൂരിലും മട്ടാഞ്ചേരിയിലും ഒക്കെ യഹൂദൻ വന്ന് പാർത്തു. മാള എന്ന് പറയുന്ന വാക്ക് ഞാൻ മാളയുടെ തെരുവിൽ നിന്ന് ആ നാട്ടുകാരോട് പ്രസംഗിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ദേശത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അറിയാമോ? ഹീബ്രു വേർഡാ, മാ ഇലഹ, അഭയസ്ഥാനം, പ്ലേസ് ഓഫ് റെഫ്യൂജ്. മട്ടാഞ്ചേരി കൊച്ചി രാജാവ് യഹൂദന് പാർക്കുവാൻ കൊടുത്ത ഒരു ചേരിയാണ് മട്ടഞ്ചേരി. അതാണ് ലോപിച്ച് മട്ടാഞ്ചേരി ആയത്. ഇന്ന് യഹൂദൻ്റെ സ്ട്രീറ്റും യഹൂദൻ്റെ സിനഗോഗൊക്കെ അവിടെയുണ്ട്. ഏത് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം ഓർക്കണം, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിന്നെ ചിതറിക്കുക മാത്രമല്ല, നിന്റെ പുറകെ ഒരു വാളൂരും. ഇവർ പോയടത്തൊക്കെ എന്താ മരിച്ചത്? രണ്ടാം ലോകയുദ്ധകാലത്ത് യൂറോപ്പിൽ 60 ലക്ഷം യഹൂദനെ കശാപ്പിയതിൻ്റെ കാരണം എന്നാ? ദൈവം പറഞ്ഞു, വാളൂടെ നിന്റെ പുറകെ അയക്കും. അവരെ പോയടത്തൊക്കെ കൊന്നൊടുക്കി. അവരെ കൊല്ലാത്തൊരു സ്ഥലമുണ്ട്, അറിയാമോ? ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നത്? കേരളം എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പുറകിലൊരു സത്യമുണ്ട്. ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. സ്പാനിഷ് എംപയർ അവർ യഹൂദനെ ഉപദ്രവിച്ചു. എന്തിയെ സ്പാനിഷ് എംപയർ? ബ്രിട്ടീഷ് എംപയർ. മുടിയൂട മന്നനായ ലോകത്തെ കീഴ്മേൽ മറിച്ച് ഭരിച്ചവനാണ് ബ്രിട്ടീഷുകാർ. ഒരു സാധാരണ രാഷ്ട്രമായി മാറി. യഹൂദനുള്ള ബന്ധത്തിൽ അവൻ വാക്കുമാറി. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം വീണ്ടെടുത്തിട്ട് ആ സ്ഥലം കൊടുത്താണ് ജോർഡാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത്. യഹൂദന് വാക്കുമാറി. റഷ്യ എന്തിനാണ് പിച്ചച്ചട്ടി എടുത്തത്? ഇസ്രയേലിനെ എവിടെയെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം പറഞ്ഞ പോലെ ശാപം കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടുമ്പോൾ BJP ഗവൺമെൻറ്റാണ് അവരോട് സഖ്യതയുണ്ടാക്കി അവർക്കിവിടെ അവരെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതും ബായ് നടത്തിയതും BJP ഗവൺമെൻറ്റാണ്. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ആ പാർട്ടിയും അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം അതായിരിക്കാം. കേരളത്തിൽ നാം ഓർക്കണം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനം നോക്കിയാലും അവരെക്കാട്ടിൽ സമ്പന്നമായ വിദ്യാഭ്യാസം, ഹെൽത്ത് വൈസ് എല്ലാം കേരളം എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു? യഹൂദനെ ഉപദ്രവിക്കാത്തൊരു സ്ഥലം. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി വരട്ടെ. കർത്താവ് പറഞ്ഞു, നീ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലും ബദ്ധരായി പോകും. എന്ന് മാത്രമല്ല, ഇവരൊരു പഴഞ്ചൊല്ലായി മാറുമെന്നുണ്ട്. ജെരമ്യാവ് തന്നെ 29 നോക്കിക്കാട്ടെ. ജെരമ്യാവ് 29 അതിൻ്റെ 17 തൊട്ട് ഞാൻ അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ. അവിടെ വായിക്കുന്നു 17 തൊട്ട്. അതെ, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെന്നു, ഞാൻ അവളെ വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാത്തതും ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെ ഇടയിൽ ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയുമാകും. യഹൂദൻ എവിടെല്ലാം പോയോ അവിടെയെല്ലാം അവൻ പരിഹാസം, നിന്ന, ശാപം. അറബി രാജ്യത്തിലൊക്കെ യഹൂദനുണ്ടായിരുന്നു. സൗദിയിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ അറബികളുടെ ഏറ്റവും ചീത്ത വാക്ക് എന്താണെന്നറിയാമോ? ചീത്ത വിളിക്കുമല്ലോ ദേഷ്യം വരുമ്പോൾ. അങ്ങനെ ഏറ്റവും വലിയ ചീത്ത അറബിയുടെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോവാ, നമുക്കത് ചീത്തയല്ല. ഹന്ത യഹൂദി, നീ ഒരു യഹൂദനാണ്.
നീ ഒരു യഹൂദനാണെന്ന് അറബി പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയൊരു ചീത്ത പറയാനില്ല അവന്. ഹന്ത യഹൂദി. ആഫ്രിക്കയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു, ഒരു മൂർഖം പാമ്പിനെയും യഹൂദനെയും കൂടെ കണ്ടാൽ യഹൂദനെ തല്ലിക്കൊല്ലണം, മൂർഖം പാമ്പിനെ വിട്ടേക്കണം. മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഡ്രാമയിൽ ഷെർലോക്ക് ഹോം എന്ന് പറയുന്ന മണി ലെൻഡർ എന്ന് പറയുന്നത് യഹൂദനാണ്. ലോകത്തിൽ അവരെ മണി ലെൻഡേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഒരു വിധത്തിൽ വലിയ ബാങ്കേഴ്സ് മുഴുവൻ അവരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അവർക്ക് യൂറോപ്പിൽ നിന്ന് സ്ഥലം മേടിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർ പണമുണ്ടാക്കാൻ വേറെ മാർഗം കണ്ടുപിടിച്ചു. അങ്ങനെ അവർ വലിയ ബാങ്കേഴ്സായി മാറി. ഞാൻ ഒരു കാര്യം പറയാനായത് പറഞ്ഞത്, ഇവരെ ലോകത്തിൽ മുഴുവൻ ചിതറിക്കളഞ്ഞു. ഇവർക്ക് മടങ്ങി വരാൻ സാധ്യമല്ല. 1800 വർഷം, ഏതാണ്ട് ഈ 2000 വർഷം ലോകത്തിൽ ചിതറിക്കിടക്കുകയാണ്. അവർക്ക് കൂടി വരാൻ ഒരു നിവൃത്തിയില്ല. അവർക്കൊരു ഐക്യതയില്ല. അവരെ ഭരിക്കുവാൻ ആരുമില്ല. അവര് ലോകത്തിലെല്ലാം കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നവർ മടങ്ങി വന്നു. എങ്ങനെ മടങ്ങി വന്നു? എങ്ങനെ മടങ്ങി വരാൻ കഴിയും? അവരുടെ രാജ്യം, അതായത് അബ്രഹാമിന് കൊടുത്ത സ്ഥലം ആരുടെ കയ്യില? ഓട്ടോമൻ എംപയർ, തുർക്കികളുടെ സാമ്രാജ്യമാണ്. ഫസ്റ്റ് വേൾഡ് വാർ. തുർക്കികൾ ഭരിക്കുമ്പോൾ അവിടെ അറബികൾക്ക് കയറാൻ നിവൃത്തിയില്ല. ദൈവം അവിടെ മഴ നിർത്തിക്കളഞ്ഞു. വചനത്തിലുണ്ട് മഴ നിർത്തുവന്ന്. മഴ നിർത്തിക്കളഞ്ഞു. ആ മഴ നിർത്തിയ ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദേശത്ത് 2000 വർഷത്തോളം മഴ പെയ്യാതിരുന്നാലത്തെ സ്ഥിതി വരണ്ട ദേശമായി തീർന്നു. ജനങ്ങളില്ല. 1800 ആണ്ടുകളിൽ പലസ്തീൻ്റെ മണ്ണ് മുഴുവൻ പരിശോധിച്ചാൽ 10,000 ജൂയിഷ് ആളുകളില്ല. 1880s not even 10,000 Jewish people in the whole land of Israel. എന്നാൽ കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുമ്പ് അവരെ കൊണ്ടുവരണം. എന്നാൽ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. അവരെ തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? There was no unity. എങ്ങനെ കൊണ്ടുവന്നു? ദൈവം പറഞ്ഞു കൊണ്ടുവരുമെന്ന്. എന്നാൽ ഞാൻ ഇസ്രയേലിൽ നിന്നൊരു കാര്യം പറയാം. യഹൂദൻ ഇസ്രയേലിൽ പിറന്നു വീഴുന്നത് തടസ്സപ്പെടുത്താൻ ലോകരാജ്യങ്ങൾ ശ്രമിച്ചു. 17 വ്യത്യസ്തമായ സ്ഥലങ്ങൾ വെച്ച് നീട്ടി. ക്രിമിയ വെച്ച് നീട്ടി. ജനപ്പാർപ്പ് കുറവുള്ള സ്ഥലങ്ങൾ. നമുക്ക് ക്രിമിയ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്രിമിയ റഷ്യ പിടിച്ചെടുത്തിരിക്കുക. ക്രിമിയ, വിയറ്റ്നാമിൻ്റെ പ്രദേശം, മിസിസിപ്പി മിസൗറി റിവറിൻ്റെ പ്രദേശം, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രദേശം, ഓസ്ട്രേലിയയിലെ മെൽബണ്, ഇങ്ങനെ ജനപ്പാർപ്പ് കുറഞ്ഞ സ്ഥലങ്ങൾ ഇസ്രയേലിന് വെച്ച് നീട്ടി നിങ്ങളുടെ രാജ്യം നിങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. ലോകരാജ്യങ്ങൾ പറഞ്ഞു. എന്നാൽ ദൈവം അവരോട് പ്രപ്പോസ് ചെയ്ത ഒരു സ്ഥലമേ ഉള്ളൂ. യഹൂദൻ അത് അംഗീകരിച്ചില്ല. എസെക്കേൽ പ്രവചനം ഒന്ന് എടുത്താട്ടെ. ബൈബിൾ ഉള്ളവരത് ശ്രദ്ധിക്കുക. എസെക്കേൽ ചാപ്റ്റർ 36. എസെക്കേൽ 36 നിങ്ങൾ നോക്കുമ്പോൾ അവിടെ 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യും. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിളിൽ I will എന്ന് 21 times in എസെക്കേൽ 36. എസെക്കേൽ 36 21 പ്രാവശ്യം ഞാൻ ചെയ്യും. 21 പ്രാവശ്യവും ദൈവം ചെയ്യുമെന്നാണ് പറഞ്ഞ്. ഒരെണ്ണം ഞാൻ വായിക്കാൻ പോവുകയാണ്. വേഴ്സസ് 24, 24-ാം വാക്യം. ഞാൻ ഇസ്രയേലിനോട് പറയുക, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ജാതികൾ എന്നുള്ള ഇംഗ്ലീഷിൽ വായിച്ചാൽ നേഷൻസ് എന്താ? I will gather you from the nations, or I will take you from among the nations and gather you out of all countries and bring you into your own land. ലോകം 17 സ്ഥലം വെച്ചു കൊടുത്തു. അവർ ഈ പലസ്തീൻ്റെ മണ്ണ് കൊടുത്തില്ല, പ്രപ്പോസ് ചെയ്തില്ല. എന്താ കാരണം? ഇസ്രയേലിൻ്റെ ദേശത്തിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയേ, 22 ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവരുടെ ബദ്ധ വൈരാഗികളാണ് യഹൂദൻ. ആ യഹൂദനെ
അവരുടെ രാജ്യത്തിൻ്റെ നടുക്ക് കൊണ്ട് പാർപ്പിച്ചാൽ ലോകത്തിനറിയാം ഇത് ലോകത്തിൻ്റെ സമാധാനത്തിനൊരു വെല്ലുവിളിയാണ്. ഇന്ന് കണ്ടോ എത്ര യുദ്ധങ്ങളാണ് ആ പ്രദേശത്ത് നടന്നത്, യഹൂദൻ അവിടെ വന്നതുകൊണ്ടാണ്. പക്ഷേ ആരാ അവരെ അവിടെ കൊണ്ടുവന്നത്? ഐ വിൽ ടേക്ക് യു ഫ്രം എമംഗ് ദ നേഷൻസ്. ഞാൻ നിങ്ങളെ രാജ്യങ്ങളിൽ നിന്ന് കൂട്ടും, നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. ഇപ്പോൾ ഇസ്രയേലിൽ പാർക്കുന്നവർ എത്ര രാജ്യത്തുനിന്ന് വന്നതാ? 130 രാജ്യം. The people who are living in Israel has come from 130 countries. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. That has not happened in any other place in history. ലോകത്തിൽ രാജ്യമില്ലാതെ ചിതറിപ്പോയി 2000 വർഷം രാജ്യമില്ലാതെ കിടന്നിട്ട് അവരെ വീണ്ടും ദൈവം ലോകത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നാൽ ലോകത്തിനറിയാമായിരുന്നു ഇറ്റ് വിൽ ബി എ ത്രെറ്റ് ടു ദ വേൾഡ് പീസ്. 5 യുദ്ധങ്ങൾ നടന്നു. അതിൻ്റെ കൂടെ ടെററിസ്റ്റ് അറ്റാക്ക്. നിങ്ങൾ കണ്ടോ? ഇസ്രയേലിൻ്റെ പിക്ചറൊക്കെ നോക്കിയാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്, ഞാനവിടെ പോയി കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, ഭയങ്കര കളരത്തിൽ വോളുകൊണ്ട് അങ്ങനെ പണിത് വച്ചിരിക്കുക. എന്താ കാരണം? അവിടെ പലസ്തീനികൾ പാർക്കുന്നുണ്ട്. ഈ പലസ്തീനികളും യഹൂദനുമുണ്ട്. ഈ പലസ്തീനികൾ ബോംബ് കൊണ്ടുവന്ന് സ്കൂൾ ബസ്സിൽ, ഷോപ്പിംഗ് മോളിൽ, റോഡിലൊക്കെ പൊട്ടി ആളുകൾ ഒരുപാട് മരിക്കാൻ തുടങ്ങി. ഷാരോൺ ഗവൺമെൻറ് കാലത്ത് ഈ പലസ്തീനികളെ മാറ്റാനായിട്ട് കൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വോള് പണിയാൻ പറഞ്ഞു. അങ്ങനെ ലോകം ശബ്ദമുയർത്തിയെങ്കിലും ആ വോള് പണിത് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലെ അറബികളെ, പലസ്തീനികളെ ഒരു ഭാഗത്തും യഹൂദനെ ഒരു ഭാഗത്തും പണിതു. അങ്ങനെ വോള് പണിയുമെന്ന് ബൈബിളിലുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വോള് പണിത് സെക്യൂർഡ് ആക്കുമെന്ന്. ഞാൻ എടുത്തു പറയട്ടെ, അവനെ മടക്കി കൊണ്ടുപോകും. എങ്ങനെയാ കൊണ്ടുവന്നത്? വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നമുക്കത് വായിച്ചാൽ രസകരമായി തോന്നും. എങ്ങനെ ദൈവം കൊണ്ടുവന്നു പറയാം. ആ വാക്യം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ജെരമ്യാ പ്രവചനം 16-ാമത്തെ അധ്യായം. എന്താ ഈ ദൈവം പറയുന്നതെന്ന് നോക്കിയാട്ടെ. 16-ാം അധ്യായം ജെരമ്യാ 16 അവിടെ വായിക്കുന്നു. ദൈവം പറയുകയാണ്, ആകയാൽ 14 തൊട്ടുള്ള വാക്യം, ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണെന്ന് നീ പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും ഞാൻ അവരെ ചിതറിച്ച് നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അടുത്തത് എന്ന് യഹോവ അരുളിച്ചത്, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ വീണ്ടും കൊണ്ടുവരും. അടുത്തത് നോക്കിയാട്ടെ എങ്ങനെയാ കൊണ്ടുവരുന്നത്. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവരവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവരവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പിളപ്പിൽ നിന്നും നായാട്ടി പിടിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനെ മടക്കി യഹൂദയിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ആദ്യം മീൻപിടുത്തക്കാരെ അയക്കും, അതിൻ്റെ ശേഷം നായാട്ടുകാരെ അയക്കും. ദൈവം എന്തായി പറയുന്നത്? മീൻപിടുത്തക്കാര് ചൂണ്ടയിട്ട് പിടിക്കുക. ഞാൻ പറഞ്ഞു 1800-ാം ആണ്ടുകളിൽ അവിടെ 10,000 യഹൂദന്മാരില്ല. ആ സമയത്താണ് 1897-ൽ സയനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. സയനിസ്റ്റ് മൂവ്മെന്റ്, യഹൂദ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു സയനിസ്റ്റ് മൂവ്മെന്റ്. തിയഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ വലിയ ധനികരായ യഹൂദന്മാർ, ബാങ്കേഴ്സ്, അവർ പണമെടുത്തു. അന്നത്തെ കാലത്ത് $20 മില്യൺ, അത് വലിയൊരു തുകയാണ്. $20 മില്യൺ, ഏതാണ്ട് 3.5 ലക്ഷം ഏക്കർ അറബികളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അവർക്ക് വേണ്ട, മരുഭൂമിയാണ്, ഒന്നും വളരുന്നില്ല, ഒരു പുല്ല് പോലുമില്ല. അറബികളുടെ കയ്യിൽ നിന്ന് നെഗവും മരുഭൂമിയുടെ ബർഷബയുടെ പ്രദേശങ്ങൾ ഈ യഹൂദന്മാർ വാങ്ങാൻ തുടങ്ങി. അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ പണം തരാം. അങ്ങനെ യഹൂദൻ പോയി മേടിച്ചു. $20 മില്യൺ 3.5 ലക്ഷം ഏക്കർ മേടിച്ചു. അനേക എഴുത്തുകാർ വന്നു, സയനിസ്റ്റ് മൂവ്മെന്റ് വന്നു.
ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ട് ആദ്യം പിടിക്കും. ഒന്നാം ലോകയുദ്ധം കഴിയുമ്പോൾ 1,00,000 യഹൂദൻ കുടിയേറിയില്ല. സെക്കൻഡ് വേൾഡ് വാറിൽ നമുക്കറിയാം, യൂറോപ്പിൽ ഒളിച്ചിരുന്ന ആളുകളെ വേട്ടയാടി. നാസി ഹണ്ടേഴ്സ് വെർ ഹണ്ടിങ് ദം. ബൈബിൾ പറഞ്ഞത് എത്ര കൃത്യമാ. ആദ്യം മീൻപിടുത്തക്കാര്, അതിൻ്റെ ശേഷം നായാട്ടുകാരെ നായാടിപ്പിടിക്കും. അവരെ ഹണ്ട് ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ട് ജനറൽ ഐക്മൻ 5000 യഹൂദനെയാണ് ഒരു ദിവസം ഗ്യാസ് ചേമ്പറിൽ കൊല്ലാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ സ്പൈ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ഐക്മനെ പിടിക്കുന്നതായിരുന്നു. 5000 യഹൂദനെ എല്ലാ ദിവസവും കുറവില്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു ഹിറ്റ്ലറിന് ഗ്യാസ് ചേമ്പറിൽ കൊല്ലാൻ. ഇയാൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് അവിടെ നിന്ന് മാറി ലാറ്റിൻ അമേരിക്കയിൽ പോയി താമസിക്കുകയാണ്. യഹൂദൻ്റെ രഹസ്യ പടയാളികൾ മൊസാദ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അയാളെ പിടിച്ചുകൊണ്ട് വന്ന്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്പൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഐക്മനെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ അവിടെ നിർത്തട്ടെ ആ കാര്യം. അങ്ങനെ യഹൂദൻ രണ്ടാം ലോകയുദ്ധം കഴിയുമ്പോൾ 6.25 ലക്ഷം ജനങ്ങൾ വന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ കഴിഞ്ഞ് 1948 അവർ സ്വതന്ത്രമാകുമ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം യഹൂദന്മാരുണ്ട്. 6.25 ലക്ഷം യഹൂദന്മാർ ദൈവം പറഞ്ഞ പോലെ അവരെ കൊണ്ടുവന്നു. പക്ഷെ അന്ന് തൊട്ട് അവർ കാണുന്നത് യുദ്ധമാണ്. അന്ന് തൊട്ട് പ്രശ്നമാണ്. 1967 ഒരു യുദ്ധമുണ്ടായി. 48 യുദ്ധം, 56 യുദ്ധം കഴിഞ്ഞിട്ട് അറബികൾ ഒന്നിച്ചുകൂടി, 5 രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി. ഇസ്രയേലിൻ്റെ ദേശം മുഴുവൻ വളഞ്ഞു. ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് ഈജിപ്റ്റ് 80,000 പടയാളികൾ, ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് സിറിയയുടെ 40,000 പടയാളികൾ, ഇസ്രയേലിൻ്റെ കിഴക്ക് ഭാഗത്ത് 40,000 ജോർഡാൻ്റെ സൈന്യം, 5,000 ഇറാഖീസ്, സൗദി അറേബ്യയുടെ പടയാളികൾ. ഈ 5 രാജ്യങ്ങളുടെ പടയാളികൾ യഹൂദൻ്റെ കരഭൂമി മുഴുവൻ വളഞ്ഞു. അന്ന് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ നാസറാണ്. അദ്ദേഹം റേഡിയോയിലൂടെ പ്രസംഗിച്ചു, നമ്മൾ ഈ ഇസ്രയേലിനെ ഒരു ജാതിയായി ആകാതെ മുടിച്ചു കളയുകയാണ്. അയാൾ അറിഞ്ഞില്ല 83-ാം സങ്കീർത്തനമാണ് ഉദ്ധരിച്ചതെന്ന്. 83 സാംസ് നോക്കി. അന്ന് അബ്ദുൽ നാസർ കെയ്റോ റേഡിയോയിലൂടെ പറഞ്ഞ പ്രഭാഷണമാണ് ഈ 83-ാം സങ്കീർത്തനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത്. അവർ പറഞ്ഞു റേഡിയോയിലൂടെ, അബ്ദുൽ നാസർ പറഞ്ഞു 4-ാം വാക്യം, വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുത്. ഇങ്ങനെ അവർ ഐകമത്യപ്പെട്ട് ആലോചിച്ചു. അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ 5 രാജ്യങ്ങളുടെ സൈന്യം ഇസ്രയേലിനെ വളഞ്ഞിട്ട് കെയ്റോ റേഡിയോയിലൂടെ അബ്ദുൽ നാസർ പറഞ്ഞു, ഇനി യഹൂദൻ്റെ പേര് ഓർക്കത്തില്ല, അവനെ മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളിക്കളയാൻ പോവുകയാണ്. ആരൊക്കെയാ പറഞ്ഞെന്ന് താഴെ പറയുന്നുണ്ട്. ആരൊക്കെയാ പറഞ്ഞത്? ഏദോമ്യരും ഇസ്മായേല്യരും. ഞാൻ വിശ്വസിക്കുന്നു ഏദോമ്യരെന്ന് പറയുന്നത് പലസ്തീനികളാണ്. 1 മണിക്കൂർ എനിക്ക് തന്നാൽ ഞാനത് തെളിയിച്ചു തരാം. ഏദോമ്യരെന്ന് പറഞ്ഞ പലസ്തീനികളാണ്. 63-ാം യെശയ്യാവ് 63 നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക, 1-2 വാക്യം. ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഏദോമ്യരെ നിഗ്രഹിച്ചിട്ടാണ് അവൻ വരുന്നത് ഇസ്രയേലിലോട്ട്. ഒബദ്യ പ്രവചനം മുഴുവൻ ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഒബദ്യ പ്രവചനം ഇവിടെ നോക്കി. ഏദോമ്യരും ഇസ്മായേല്യരും, ഇസ്മായേലിൻ്റെ വംശമാണ് അറബി ദേശത്തുള്ള സൗദി മുതലായ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളും പലസ്തീനുകൾ കൂടെ ചേർന്നിരിക്കുകയാണ്. മോവാബ്യരും ഹഗാഗ്യരും ജോർഡാന്റെ പ്രദേശം, ഗബാല് ലെബനോന്റെ പ്രദേശം, അമ്മോന്യരും അമാലേക്കും ഫെലിസ്ത്യ ദേശവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറബി ദേശങ്ങൾ ഒന്നിച്ചുകൂടി അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ 67 അവരെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് അവരെ വളഞ്ഞു. ഒരു രാജ്യത്തിനും അവരുടെ കരഭൂമി മുഴുവൻ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇസ്രയേലിനും അറിയാം അവർ ജയിക്കില്ല. അന്നവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ഈ യുദ്ധം നടക്കാതെ ഞങ്ങളെ സഹായിക്കണം. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് they kept quiet. അവരെ സഹായിക്കാൻ ഒരു മനുഷ്യരുമില്ലായിരുന്നു.
അന്നവരൊരു പുതിയ യുദ്ധതന്ത്രം പടഞ്ഞു, പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. ഞങ്ങളെ അടിക്കുന്നതിന് മുമ്പ് ശത്രുവിനെ ഞങ്ങൾ നിഗ്രഹിക്കണം. 1967 ജൂൺ 5 രാവിലെ സൂര്യൻ ഉദിച്ചിട്ടില്ല, ഇസ്രയേലിൻ്റെ പൈലറ്റ്സിന് ഓർഡർ കിട്ടി ബോംബ് ചെയ്യാൻ ഈജിപ്തിലെ എയർപോർട്ടുകളും ചുറ്റുമുള്ള രാജ്യങ്ങളെ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത രാജ്യങ്ങൾ റഡാറുകൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി, റഡാറിന് ഒരു ഡാർക്ക് ഏരിയ ഉണ്ട്. നമ്മൾ കാർ ഓടിക്കുമ്പോൾ കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ ചിലപ്പം ചില ഭാഗം കാണത്തില്ല, അതിന് പറയുന്നത് ഡാർക്ക് ഏരിയ എന്ന്. അതുപോലെ റഡാറിന് ഡാർക്ക് ഏരിയ ഉണ്ട്. ഏതാണ്ട് ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് 150 അടി കളരം വരെ റഡാറിൽ കിട്ടത്തില്ല. യുദ്ധപ്ലെയിനുകളൊന്നും ഈ 150 അടി കളരത്തിൽ വരില്ല. എന്നാൽ ഇസ്രയേൽ അന്ന് ജീവൽ മരണ പോരാട്ടം, അവരുടെ പൈലറ്റ്സ് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഏതാണ്ട് വെള്ളത്തോട് പറ്റി താണു വന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, ചില പൈലറ്റ്സുകൾക്ക് അവരുടെ ചിറകിൽ വെള്ളം വീഴുന്നുണ്ടോ എന്നുള്ള ശബ്ദം അവർ കേട്ടു എന്നാണ്. അവർ സമുദ്രത്തോട് പറ്റിപ്പറന്ന് ഈജിപ്തിൻ്റെ അടുക്കൽ വന്ന് പറന്ന് കിളന്നു. 16 എയറോഡ്രോം ബോംബ് ചെയ്ത് തീർത്തു. ശത്രുവിൻ്റെ 444 യുദ്ധവിമാനങ്ങൾ നിലത്ത് വെച്ച് തന്നെ നിഗ്രഹിച്ച് കളഞ്ഞു. 3 രാജ്യം, ഈജിപ്റ്റ്, ജോർഡാൻ, സിറിയ, ദേ ലോസ്റ്റ് ദെയർ എയർഫോഴ്സ്. അവർക്ക് എയർഫോഴ്സ് ഇല്ല. അവരുടെ പടയാളികൾ പാരട്രൂപ്പിൽ മുന്നോട്ട് പോയി. 2-ാം ദിവസം പാരട്രൂപ്പ് ഭടന്മാർ യെരുശലേമിൽ കാലുകുത്തി. യെരുശലേം നമ്മൾ ഓർക്കണം, അത് കിഴക്കൻ യെരുശലേം, പാതി യെരുശലേമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദൻ്റെ കയ്യിൽ. വിശുദ്ധ ഭൂമി, അതായത് ഇന്നത്തെ ഡോം ഓഫ് ദി റോക്കും അലാക്സ മോസ്കും, മുസ്ലിങ്ങളുടെ 2 പുണ്യഭൂമി അല്ലെങ്കിൽ മോസ്കുകൾ നിൽക്കുന്ന ആ സ്ഥലം ജോർദാൻ്റെ കയ്യിലായിരുന്നു 48 തൊട്ട്. അവിടെ ചെന്ന് ഇസ്രയേൽ പാരട്രൂപ്പ് ഭടന്മാർ അവിടെ ഇറങ്ങി. അവരവിടെ മോചിപ്പിച്ചെടുത്തു, ആ സ്ഥലം മോചിപ്പിച്ചെടുത്തു. 1967 യുദ്ധം, 67 6-ാം ദിവസമായപ്പോൾ ലോകം മുഴുവൻ ശബ്ദമുയർത്തി, നിർത്തണം, നിർത്തണം, യുദ്ധം നിർത്തണം. കാരണം എന്താ? ഒരു ദിവസം കൂടെ മതിയായിരുന്നു ഈജിപ്തിൻ്റെ തലസ്ഥാനം കയറിയനെ ഇസ്രയേൽ പടയാളികൾ. 2 ദിവസം മതിയായിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കോസ് പിടിച്ചേനെ. പക്ഷേ 6 ദിവസം കൊണ്ട് യുദ്ധം നിർത്തേണ്ടി വന്നു. പക്ഷേ ആ യുദ്ധത്തിൽ അവർ യെരുശലേം പിടിച്ചെടുത്തു. ഇനി നമ്മൾ നോക്കണം, ദൈവം അവരെ യെരുശലേമിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്തിനാ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? നമ്മൾ എസെക്കിയേൽ പ്രവചനം ഒന്ന് നോക്കിയാട്ടെ. ഈ 67 യുദ്ധത്തിലാണ് അവർ യെരുശലേം അവരുടെ കൈവശപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യെരുശലേം അവർ കൈവശപ്പെടുത്തുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യെരുശലേമിൽ ഇവരെ കൊണ്ടുവരും. ഞാൻ വായിക്കുന്ന വാക്യം ബൈബിളില്ലാത്തവരൊന്ന് കേട്ടോണേ. ഇപ്പോഴത്തെ ഗാസ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ഭാഗം തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാട്ടെ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നു. കിട്ടമെന്ന് പറഞ്ഞാൽ സ്വർണത്തിലും മറ്റ് ലോഹങ്ങൾ ചേർന്ന് അതിൻ്റെ മാറ്റു കുറയുന്നതിന് പറയുന്ന പേരാണ് ഡ്രോസ്. തീർന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിൽ ഇട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ക്രോധത്തിൽ നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നി നിങ്ങളുടെ മേൽ ചൊരിയും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായി ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ദൈവം പറയുകയാണ്, നിങ്ങൾ കിട്ടമായി പോയി. ഞാനതൊന്നുകൂടെ വിശദീകരിക്കാം. വിലാപങ്ങളുടെ പുസ്തകം എടുത്താൽ, വിലാപങ്ങളുടെ പുസ്തകം ലമന്റേഷൻ, അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ തനി തങ്കമായിരുന്നു, ആ തങ്കം പോയി,
അവർ അതിൻ്റെ മാറ്റ് നഷ്ടപ്പെട്ടത് ദൈവം എടുത്ത് പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം ഞാനൊന്ന് എടുത്തോട്ടെ ഒരുമിച്ച്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. 2-ാം വാക്യം. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാർ, സിയോന്റെ വിശിഷ്ടപുത്രന്മാർ യഹൂദന്മാർ തനി തങ്കമായിരുന്നു. അവരെങ്ങനെയാണ് ഈ പൊന്നു മങ്ങിപ്പോയത്? നിങ്ങളെല്ലാവരും കിട്ടമായി പോയി. ഒരു തട്ടാന്റെ കയ്യിൽ, സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ കട്ടി, അത് മറ്റു ലോഹങ്ങൾ ചേർന്ന് മലിനപ്പെട്ടു പോയാൽ അവൻ ഉലയുടെ നടുവിലിട്ട് ഉരുക്കും. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളെല്ലാം കിട്ടമായി പോയി, ഞാൻ അതുകൊണ്ട് നിങ്ങളെ എവിടെ കൂട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട്, യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും, അവിടെ ഇട്ട് ഞാൻ നിങ്ങളെ ഉരുക്കും. ദൈവം യഹൂദനെ ഉരുക്കുന്ന മൂശയാണ് ഇസ്രായേൽ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു റിലീജിയസ് കൺട്രി അല്ല. യഹൂദ മതത്തെ ആസ്പദമാക്കിയല്ല ആ രാജ്യം പണിതിരിക്കുന്നത്. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്? ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ഒരു സെക്യുലർ കൺട്രിയാണ്. 80% of the people are secular and 50% of the people are atheist. 50% ആളുകൾ ദൈവത്തിലെ വിശ്വസിക്കുന്നില്ല. 80% എത്തിസ്റ്റ് ആണ്, സെക്യുലർ പീപ്പിൾ ആണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു അവരുടെ മധ്യത്തിലാണ് വന്നത്. അവരുടെ മധ്യത്തിൽ യേശുക്രിസ്തു വന്നപ്പോൾ അവർ ഒരേ വായിൽ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ക്രൂശിക്ക, അവനെ വേണ്ട എന്ന് പറഞ്ഞ് അവർ തട്ടഹസിച്ച് അവരവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയത് ബറബാസിനെയാണ്. കുലയും കലഹവും ഹേതുവായി ജയിലിൽ അടയ്ക്കപ്പെട്ട ആ ബറബാസിനെ വിട്ടു തരിക. യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യണം? പീലാത്തോസ് ചോദിച്ചു, അവനെ ക്രൂശിക്കണം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു. ആശ്ചര്യമായി അവരും അവരുടെ മക്കളും ചോര കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇവർ മടങ്ങി വരണോ? യേശുക്രിസ്തുവിനെ ഏറ്റുപറയണം. ഇങ്ങനെ ജീവിക്കുന്ന യഹൂദൻ എങ്ങനെ ഏറ്റുപറയും? അവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ വെസ്റ്റേൺ നേഷൻസിനെ കാട്ടിൽ എല്ലാ വിധത്തിലും അഡ്വാൻസാണ്. ഞാൻ ടെല്ലവീവിൻ്റെ പ്രദേശത്തൂടെ പോയപ്പോൾ എൻ്റെയുള്ള ഗൈഡിനോട് ഞാൻ ചോദിച്ചു, അവിടെ അതിൻ്റെ ബീച്ചിലൊന്ന് കാണാനായിട്ട് പോയപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട, വുമൺ ആർ ഓൾമോസ്റ്റ് നേക്കഡ്. പാശ്ചാത്യ രാജ്യങ്ങളെക്കാട്ടിൽ അതിര് കടന്ന രാജ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ അത് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം, ഗേ പീപ്പിളിൻ്റെ ക്യാപിറ്റൽ ഓഫ് ദ ഗേ പീപ്പിൾ എവിടെ വന്നറിയാമോ? ടെല്ലവീവ്. ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ഗേ പീപ്പിൾ ഈസ് ടെല്ലവീവ്. നിങ്ങളപ്പോൾ ചിന്തിച്ചോണം ഇസ്രായേലിലെ ആത്മികത്വം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഞാൻ ഇനിയും വായിക്കുന്ന വാക്യം നോക്കി, ഹോശേയ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ആ വാക്യം ഒരു പ്രൊഫസിയാണ്. ആ പ്രൊഫസി ഒന്ന് നോക്കി. യേശുക്രിസ്തു പ്രൊഫറ്റിക്കൽ ടൈമിൽ അവരോട് പറയുകയാണ്. എന്താ പറയുന്നത്? ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹോശേയ 5:15. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളും ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത്, ഞാൻ മടങ്ങിപ്പോയി സ്വർഗത്തിലിരിക്കും, ഞാൻ മടങ്ങിപ്പോയി സ്വർഗത്തിലിരിക്കും എന്ന് പറയാ. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. യഹൂദൻ കുറ്റമേറ്റു പറയണം, ഞങ്ങളാണ് ഞങ്ങളുടെ മശിയെ ക്രൂശിച്ചെന്ന് ഏറ്റു പറയണം. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോയി സ്വർഗത്തിലിരിക്കും. അവർ കുറ്റമേറ്റു പറയുമ്പോൾ കർത്താവ് മടങ്ങി വരും. ഇവിടെ വായിക്കുന്നു, അവരുടെ കഷ്ടതയിൽ അവരെന്നെ അന്വേഷിക്കും. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായം യേശുക്രിസ്തു തന്നെ നേരിട്ടവരോട് പറഞ്ഞതാ. മാത്യു ചാപ്റ്റർ 23 വേഴ്സസ് 38 and 39. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ക്രിസ്തു പറയുകയാണ്, ക്രിസ്തുവിനെ ഇനി നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ഏറ്റുപറയണം, അവർ കുറ്റം ഏറ്റുപറയണം. ഇങ്ങനെ സെക്യുലറായി ജീവിക്കുന്ന, ഇങ്ങനെ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, വളരെ ധനികരാണവർ, ഒരു വെസ്റ്റേൺ വേൾഡിനെ കവിച്ചു വെക്കുന്ന, ഒരു മോഡേൺ ലൈഫ് നയിക്കുന്ന ഈ ജനം എങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കും? ദൈവവിശ്വാസികളെ അല്ല, ഏറിയ പങ്കും അവരെങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കും? ഇവിടെ പറഞ്ഞ വാക്ക് കണ്ടോ, അവരുടെ കഷ്ടതയിൽ എന്നെ അന്വേഷിക്കും. നമ്മൾ എസെക്കേലിൽ വായിച്ചു, ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ നിങ്ങളെ ഒരുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഗാസ ഈ യുദ്ധത്തിൻ്റെ നടുവിൽ കേട്ട ശബ്ദം എന്താണെന്നറിയാമോ? ഞാൻ ഓരോ വാർത്തകളും ശ്രദ്ധിക്കുകയാണ്. പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് ഞാൻ അതുപോലെ കുറിച്ചെടുത്തു വെച്ചു. പുടിൻ പറഞ്ഞു, ഈ ഗാസ പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയത് പ്രായോഗികമാക്കാത്തത് കൊണ്ടാണ്. എന്താ വിഷയമെന്നറിയാമോ? പറയാം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം, പ്രസിഡന്റ് പുടിൻ ആവശ്യപ്പെടുകയാണ്, UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയത് നടപ്പാക്കാത്തതാണ് ഇന്നത്തെ ഈ യുദ്ധത്തിൻ്റെ കാരണം. എന്താ UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയത്? നമുക്കറിയാം, UN സെക്യൂരിറ്റി കൗൺസിൽ 15 രാജ്യങ്ങളാണ്. സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു നിബന്ധന പാസാക്കിയാൽ അത് നടപ്പാക്കിയേ സാധിക്കുകയുള്ളൂ. വീറ്റോ ചെയ്യാൻ അധികാരമുള്ള രാജ്യങ്ങളുണ്ട്. അവർ വീറ്റോ ചെയ്യാതെ പാസാക്കിയാൽ അത് നടപ്പാക്കണം. നടപ്പാക്കാൻ ആ രാജ്യം വില്ലിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളെ അയക്കും. ഞാൻ ചോദിച്ചോട്ടെ, സദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചെടുത്തു. UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കി സദാം ഹുസൈൻ കുവൈറ്റിൽ നിന്ന് മാറണം. അദ്ദേഹം മാറത്തില്ല. പിന്നെ കണ്ടതെന്താ? ലോകത്തിൻ്റെ രാജ്യങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പോലും പടയാളികൾ അവിടെ ചെല്ലുകയാണ് കുവൈറ്റിനെ മോചിപ്പിക്കാൻ. ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണ്, വളരെ സൂക്ഷ്മമായി നിങ്ങൾ കേൾക്കുക. ബാരക് ഒബാമ അധികാരത്തിൽ വന്നു. അമേരിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗക്കാരൻ പ്രസിഡന്റായി. ഞാൻ ബാരക് ഒബാമയുടെ എലക്ഷൻ നടക്കുമ്പോൾ അമേരിക്കയിലുണ്ട്. ഈ എലക്ഷൻ്റെ നമ്മുടെ കൂട്ട് തന്നെ ബൂത്തൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു മദാമ എന്നോട് ചോദിച്ചു, വോട്ട് ചെയ്യാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഐ എം എ വിസിറ്റർ. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, വി ആർ റിപ്പബ്ലിക്കൻസ്. നമുക്കറിയാം ബാരക് ഒബാമ ഡെമോക്രറ്റ് ആണ്. ഈ സ്ത്രീ പറയുകയാണ്, വി ആർ റിപ്പബ്ലിക്കൻസ് ബട്ട് വി ആർ വർക്കിംഗ് ഫോർ ഹിം. അവനെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. എന്താ കാരണം? അതിനു മുമ്പ് ജോർജ് ബുഷ് ഭരിച്ച് അവിടുത്തെ ഫൈനാൻസെല്ലാം തകർന്നിരിക്കുമ്പോൾ അവരെ രക്ഷിക്കണം ആരെങ്കിലും. അങ്ങനെ ബാരക് ഒബാമ ആദ്യമായി അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡൻ്റാകുന്നു. ഞാൻ ആ സമയത്ത് അമേരിക്കയിലുണ്ട് ഈ വോട്ടിങ് നടക്കുമ്പോൾ. ഈ ബാരക് ഒബാമ 2 ടേം അമേരിക്കൻ പ്രസിഡൻ്റായി. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം മാറുന്നത് 2016 ഡിസംബറിലാണ്. 2016 ഡിസംബർ 2016 ഡിസംബറിൽ അദ്ദേഹം ഒരു പണി ഒപ്പിച്ചിട്ടാണ് പോയത്. എന്താണെന്നറിയാമോ? UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രബന്ധം വന്നു. ഇസ്രയേൽ 67 പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുമാറണം. അമേരിക്ക മിണ്ടാതിരുന്നു. അന്ന് വരെ 2016 ഡിസംബർ വരെ ഒറ്റ കാര്യം പോലും ഇസ്രയേലിന് വിരോധമായി സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയിട്ടില്ല. ആകെ പാസ്സാക്കിയത് ബാരക് ഒബാമ കൊണ്ട് അവതരിപ്പിച്ചതും താൻ ഏതാനും ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് സ്ഥാനം മാറുകയാണ്. 67 യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലം വിട്ടുകൊടുത്ത് ഇസ്രയേൽ അതിൻ്റെ മുമ്പുള്ള ബോർഡറിലേക്ക് പോകണം. ഇതാണ് പ്രസിഡന്റ് പുടിൻ പറഞ്ഞത്. 67 യുദ്ധത്തിൽ ഏതൊക്കെ സ്ഥലമാണ് പിടിച്ചെടുത്തത്? വെസ്റ്റ് ബാങ്ക്, ഗാസയുടെ പ്രദേശം, സിറിയയിൽ നിന്ന് ഗോളൻ ഹൈറ്റ്സ്. ഇസ്രയേലിൻ്റെ നടുക്ക് കിടക്കുന്നു വെസ്റ്റ് ബാങ്ക്. പടമില്ല, അല്ലെങ്കിൽ കാണിക്കാം. ഒരു പറങ്കണ്ടി തിരിച്ചു വെച്ചാൽ ആ ഷേപ്പിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം കിടക്കുക. ഈ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ കരഭൂമിയുടെ ലെങ്ത് എത്ര ഉണ്ടെന്നറിയാമോ? 9 മൈൽസ്. ഏത് രാജ്യത്തിനാ പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥലമുള്ളത്? ഇത് വിട്ടുകൊടുക്കണം. ഈ ഇന്നത്തെ
എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് വിട്ടുകൊടുക്കാഞ്ഞ്? ഈ 2016 ഇത് പാസ്സാക്കിയിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് 2017 ജാനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രയേലിനെ ഫേവർ ചെയ്യുകയാണ്. ഇത് പ്രാബല്യമാക്കാൻ സാധിച്ചില്ല. അത് പ്രാബല്യമാക്കണമെങ്കിൽ ഇസ്രയേൽ വിട്ടുകൊടുക്കത്തില്ല. വെസ്റ്റ് ബാങ്കിൻ്റെ അകത്തുള്ള ജെറുസലേമും വിട്ടുകൊടുക്കില്ല. അത് വിട്ടുകൊടുക്കാനാണ് ഇപ്പം ഈ ഗാസയുടെ യുദ്ധം നടന്നപ്പോൾ ആവശ്യപ്പെടുന്നത്. ഗാസ വാറിൽ നിന്ന് ലോകത്തിൽ മുഴുവൻ പ്രോ പലസ്തീനിയൻ സ്റ്റെപ്സ് എടുക്കുകയാണ്. അമേരിക്കയിൽ എൻ്റെ ബ്രദർ-ഇൻ-ലോസ് അമേരിക്കയിലുണ്ട്. അവിടുന്ന് ഫോൺ ചെയ്ത് പറയും, ഒന്നും പറയല്ലേ, ഒന്നും പ്രസംഗിക്കല്ലേ, ഒന്നും ഇതിനകത്ത് ഇടല്ലേ എന്ന് എന്നോട് പറയും. അവരെല്ലാം പേടിച്ചിരിക്കുക. അമേരിക്ക പോലും ഈ ഇസ്രയേലിന് അനുകൂലമായിട്ടെന്ന് പറയാൻ വയ്യാത്തൊരു സ്ഥിതി. UK-യിലെ ജാഥ, കേരളത്തിൽ കോഴിക്കോട്ട് ഇവിടുത്തെ ഭരണകൂടമായ കമ്മ്യൂണിസ്റ്റുകാരുടെ ജാഥ. ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ എല്ലാ കോണിലും ഗാസ യുദ്ധം മൂലം ഇന്ന് ആളുകൾ മുഴുവൻ ഇസ്രയേലിന് വിരോധമായി. ആദ്യം ടെററിസ്റ്റ് അറ്റാക്കിൽ കഴിഞ്ഞ മാസം 7-ാം തീയതി അവരുടെ ആളുകളെ കൊന്നതൊക്കെ ഇന്നും മറന്നുപോയി. ഇന്ന് തിരിച്ച് ഇസ്രയേൽ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് വന്ന് മനസ്സാക്ഷി വിരോധമായി. ഞാൻ പറയട്ടെ, ആരൊക്കെ വരും ഇസ്രയേലിനോട് യുദ്ധത്തിന്? ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഗാസ യുദ്ധം അത് ഫൈനൽ വാറിലേക്ക് നയിക്കുകയാണ്. എടുത്താട്ടെ, ഞാൻ കാണിക്കാൻ പ്രിയപ്പെട്ടവർ. 2400 വർഷം മുമ്പ് പ്രവാചകനായ സക്കറിയാവ് പറഞ്ഞു, യെരുശലേം നമ്മൾ കണ്ടു 67 വാറിലാണ് ഇസ്രയേൽ പിടിച്ചെടുത്തത്. അത് വിട്ടുകൊടുക്കാനാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനും ലോകത്തിലുള്ള പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു. പലരും പറയുന്നു there is only 2 nation solution. ഈ 2 nation സൊല്യൂഷനിൽ ഈ ജെറുസലേം പലസ്തീനിലെ തലസ്ഥാനമാകണം. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ അത് നടക്കും. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് എനിക്ക് വചനത്തിലൂടെ മനസ്സിലായ എൻ്റെ രഹസ്യം ഞാൻ പറയാം. ഇപ്പോൾ മൈൻഡ് കണ്ടോ മാറുന്നേ? നിങ്ങൾ ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ, വിശ്വാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ന്യൂസിനകത്തൊന്ന് ശ്രദ്ധിച്ചിരുന്നേ. കുറേ നേരം ഇസ്രയേലിൽ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ ഈ പിള്ളേരെയൊക്കെ ഇട്ട് കൊല്ലുകയും അവരെ ബോംബ് ചെയ്യുകയും ആശുപത്രി ബോംബ് ചെയ്യുകയും ഈ സ്ത്രീകളുമൊക്കെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇവർ കരഞ്ഞുകൊണ്ട് ഓടുന്നതൊക്കെ കണ്ടാൽ നമ്മുടെ മനസ്സുകൂടെ മാറിപ്പോകും. അങ്ങനെയാണ് മീഡിയ അത് ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. കാരണം വേൾഡിലെ മീഡിയാസ് എല്ലാം ഇവർക്കെതിരായി കഴിഞ്ഞു. ലോകം മുഴുവൻ ഇവർക്കെതിരായി കഴിഞ്ഞു. ഇനിയും സംഭവിക്കുന്നത് നോക്കിയാട്ടെ, ഈ വാക്യം അനുവർത്ഥമാകും സംശയിച്ചു ആളുകൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ വാറിൽ ഇതൊന്ന് വായിക്കാം. സക്കറിയ ചാപ്റ്റർ 14 ഞാൻ വായിക്കുകയാണ്. ബൈബിളില്ലാത്തവർ ശ്രദ്ധിക്കുക. അവർ നിന്റെ നടുവിൽ നിന്ന് നിന്റെ കൊള്ള വിഭായിപ്പാനുള്ള യഹോവയുടെ ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരുശലേമിന്റെ യുദ്ധത്തിന് കൂട്ടി വരുത്തും. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം നിങ്ങൾ പ്രബുദ്ധരായ ചെറുപ്പക്കാരാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, 2400 years back God wrote it down through the prophet Zechariah that all nation is going to come against Israel to take Jerusalem. Today world mind is prepared for that, and the world leaders like Putin and others are asking for it. ആ വാക്ക് നോക്കി, യെരുശലേമിനോട് യുദ്ധത്തിന് കൂടി വരും, നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയടിക്കും, സ്ത്രീകളെ വഷളാക്കും. അണ്ടർലൈൻ ചെയ്തു. ഞാൻ ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തു. ബാക്കി ഭാഗം എത്രയും പിടിക്കുമെന്നാണ് പറഞ്ഞത്. നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോകും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു യുദ്ധം നടന്നാൽ ആ പട്ടണം മുഴുവൻ പിടിക്കത്തില്ലേ? ഇവിടെ പറഞ്ഞു കണ്ടോ, ഹാഫ് ഓഫ് ദ സിറ്റി വിൽ ബി ക്യാപ്ചേർഡ്. 67 ഇസ്രയേൽ പിടിച്ചെടുത്തതാ ഹാഫ് ഓഫ് ദ സിറ്റിയാണ്. ഈസ്റ്റേൺ ജെറുസലേമാണ്, കിഴക്കൻ ജെറുസലേമാണ്, അവരുടെ പുണ്യഭൂമിയാണ്. അതാണ് പിടിച്ചെടുത്തത്. ആ പുണ്യഭൂമി മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ലോകത്തിലുള്ള എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ച് മെക്കയും മെദീനയും കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ തേർഡ് ഹോളിയസ്റ്റ് പ്ലേസ്. അവരുടെ പുണ്യഭൂമിയാണ് ഇസ്രയേൽ 67 പിടിച്ചെടുത്ത് ജൂലൈ 1918 ലോകത്തോട് പ്രഖ്യാപിച്ചു, യെരുശലേം ഈസ് ദ എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രയേൽ.
1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് ഇതിനെ മോചിപ്പിക്കുവാൻ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണം. അറബിയിൽ ആ വാക്ക് എന്താണെന്നറിയാമോ? ജിഹാദ്. Do you know that word was used in the Bible 2400 years back? നിങ്ങൾ യോവേൽ ഈ ഭാഗത്ത് തിരിച്ചു വരണേ. നമ്മളിപ്പം വായിച്ച വേദഭാഗത്തെ തിരിച്ചു വരണം. എന്നാൽ യോവേൽ പ്രവചനം ഒന്നെടുക്കാം. സൗരന്മാരെ നമ്മളെ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, യോവേലിൻ്റെ പ്രവചനത്തിൽ അവിടെയും എടുത്തു പറഞ്ഞു ആരൊക്കെ യുദ്ധത്തിന് വരും. യോവേൽ ചാപ്റ്റർ 3 അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹൂദയുടെയും യെരുശലേമിനെ സ്ഥിതി മാറ്റമുള്ള നാളുകളിലും കാലത്തിലും സകല ജാതികളെയും, അവിടെ നോക്കി നമ്മൾ സക്കറിയാവ് 14 വായിച്ചതാ, സകല ജാതികളും. ഇവിടെയും എടുത്തു പറയുന്നു സകല ജാതികളെയും യഹോശഫാത്ത് താഴ്വരയിൽ വരുത്തുമാറാക്കും. എവിടെയാ യഹോശഫാത്ത് താഴ്വര? ഈ ടെമ്പിൾ മൗണ്ട്, യഹൂദന്റെ ദേവാലയം നിന്ന സ്ഥലം, അവിടെയാണ് മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലക്സ മോസ്കും. അതൊരു 35 ഏക്കറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാലിയാണ്. ഈ വാലി ഇങ്ങനെ വന്നിട്ട് പിന്നെ മുകളിലോട്ട് കിളന്നു വരുന്നതാണ് ഒലിവ് മല. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് വാലി ഓഫ് യഹോശഫാത്ത്. അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആരെ കൊണ്ടുവരും? ലോകത്തിലെ സകല ജനങ്ങളെയും സകല ജാതികളെയും അവിടെ കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്നിട്ട് അവരത് പിടിക്കും. ആര് വരുമെന്നാ പറഞ്ഞത്? അതിൻ്റെ 9-ാം വാക്യം ഒന്ന് കുറിക്കൊള്ളണേ. അവിടെ ദൈവം എഴുതിയ നോക്കിയേ, ജാതികളിൽ വിളിച്ചു പറയുവേൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവേൻ. ഗെറ്റ് റെഡി ഫോർ ജിഹാദ്. ഇപ്പോഴെന്താ കേൾക്കുന്നത്? ഇപ്പം കേൾക്കുന്നത് ഇതാണ്, ഗെറ്റ് റെഡി ഫോർ ജിഹാദ്. നമ്മുടെ മലയാള ഭാഷ കൃത്യമായി ഭാഷാന്തരം ചെയ്ത് ഒറിജിനൽ ലാംഗ്വേജിൽ, ഞാൻ ഒറിജിനൽ ലാംഗ്വേജിൽ പരിശോധിച്ചപ്പോൾ മലയാളം ട്രാൻസ്ലേഷൻ ഈസ് മോർ കറക്റ്റ് ദാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അവിടെ കണ്ടോ, വിശുദ്ധ യുദ്ധം അത് മുസ്ലിം ജനതയുടെ യുദ്ധമാണ്. ദൈവം പറഞ്ഞു നോക്കിയേ, 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇസ്രയേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ആരാ? ഇസ്രയേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ആരാ? ഇസ്ലാമിക് രാജ്യങ്ങളാണ്. 22 ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ആ 22 ഇസ്ലാമിക് രാജ്യങ്ങൾ ജിഹാദ് പ്രഖ്യാപിക്കുകയാണ്. എന്തിനു വേണ്ടി? യെരുശലേം മോചിപ്പിക്കാൻ. മെക്കയും മെദീനയും കഴിഞ്ഞാൽ യെരുശലേം അവരുടെ 3rd ഹോളിയസ്റ്റ് പ്ലേസാണ്. ഇന്നത്തെ ഈ യുദ്ധമുണ്ടല്ലോ, ഈ ഗാസ യുദ്ധം, ഇതിൽ ഇസ്രായേൽ ജയിക്കും. കാരണം അവരുടെ കയ്യിലുള്ള വെപ്പണറിയുടെ മുന്നിൽ ഈ ഗാസയിലുള്ള പാവം പിടിച്ചവനൊന്നും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അവർ തുരങ്കത്തിലിരുന്ന് വല്ല റോക്കറ്റ് അയക്കും എന്നുള്ളതല്ലാതെ ഇസ്രായേലിൻ്റെ കയ്യിലെ മോഡേൺ വെപ്പൺസ്, ഈവൻ ദേ ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ്, അവർ അത് വിസ്റ്റാൻഡ് ചെയ്യും. എന്നാൽ ലോക രാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരെ വരുമ്പോൾ അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കും. ഇസ്രായേൽ വിൽ യൂസ് ന്യൂക്ലിയർ വെപ്പൺ. 1973 യോം കിപ്പർ വാർ. ഇപ്പോൾ ഇസ്രായേൽ തോറ്റുപോയതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവരുടെ ഒരു ഹോളിഡേ, അവരുടെ ഒരു വിശേഷ ദിവസത്തിൽ അന്ന് അവർ മൊബൈൽ ഫോൺ പോലും കൈകൊണ്ട് എടുക്കത്തില്ല. ആ സന്ദർഭത്തിലാണ് ഗാസയിലുള്ള തീവ്രവാദികൾ ഇവരെ ആക്രമിക്കുന്നത്. പടയാളികളില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വേലിയൊക്കെ പൊളിച്ച് അകത്ത് കയറി അവരെ കൊന്നുകളഞ്ഞത്. 1973 സെയിം തിങ് സംഭവിച്ചതാണ്. അതിൻ്റെ പേരാ യോം കിപ്പർ യുദ്ധം. അന്ന് മഹാപാപ പരിഹാര ദിവസം പടയാളികൾ അവർ ദുഃഖാചാരണത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ വടക്ക് നിന്ന് സിറിയയും തെക്ക് നിന്ന് ഈജിപ്തും കൂടെ ആക്രമിച്ചപ്പോൾ അന്നത്തെ അവരുടെ പടയാളികൾ ഒരുപാട് പേര് മരിച്ചപ്പോൾ അവരുടെ പ്രൈം മിനിസ്റ്റർ ഗോൾഡ മേയർ ഓർഡർ കൊടുത്തു ന്യൂക്ലിയർ ബോംബ് എടുക്കാൻ. നടന്ന സംഭവമാണ്. ഇസ്രയേൽ പരാജയപ്പെട്ടാൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു യുദ്ധമുണ്ടായി, ഇന്ത്യയും ചൈനയും കൂടെ ഒരു യുദ്ധമുണ്ടായി. ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ഇസ്രയേൽ എന്ന് തോക്കുന്നോ അന്ന് പിന്നെ ഒരു യഹൂദനും ശേഷിക്കില്ല, എല്ലാവരെയും കൊന്നുകളയും. ബൈബിളിൽ കണ്ടോ പറഞ്ഞത്? വരുവീൻ അവരൊരു ജാതിയായിരിക്കാതെ വേണം അവരെ കൊന്നുകളയാം, തുടച്ചു കളയാം. ഇസ്രയേൽ എന്ന് പരാജയപ്പെടുന്നോ അന്ന് അവരെ
കൊന്നുകളയും. എല്ലാവരെയും, ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും എല്ലാം കൊന്നുകളയും. അതിനവർ സമ്മതിക്കില്ല. അതിനവർ പറഞ്ഞ പേരാണ് സാംസൺ ഓപ്ഷൻ. ശിംശോൻ മരിക്കുന്നു, എന്നാൽ ഞാൻ മരിക്കുമ്പോൾ ശത്രുവിനെ കൂടെ കൊന്നേക്കാം. ഇസ്രായേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ അവർ ന്യൂക്ലിയർ ബോംബിടും. അത് സക്രിയാവിൽ പറയുന്നുണ്ട്. സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 12-ാം വാക്യം, യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഇവിടെ ആ വാക്ക് കണ്ടോ നിങ്ങൾ? അവർ നിവർന്നു നിൽക്കുമ്പോൾ, നിലത്ത് വീണിട്ടാ മാംസം അഴുകുന്നത്. എന്നാൽ ഇവർ നൂർന്നു നിൽക്കുമ്പോൾ മാംസം അഴുകിപ്പോകും. ഇതെന്താന്ന് ആർക്കും മനസ്സിലായില്ല. രണ്ടാം ലോകയുദ്ധ കാലത്ത് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിപ്പിച്ചപ്പോൾ ആകാശത്തൊരു മഷ്റൂം ക്ലൗഡ് കണ്ടിട്ട് 60 മൈൽ ദൂരെ നിന്നൊരു സായിപ്പ് ഇതെന്താണെന്ന് കാണാൻ തൻ്റെ കാറെടുത്തുകൊണ്ട് പാഞ്ഞു വന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചു. വന്നത് ആൻറ്റി എയർക്രാഫ്റ്റ്, ജപ്പാൻ്റെ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് യൂണിറ്റ്. 21 പേരോ മറ്റോ ഉള്ളതിൽ 2 പേരുടെ ജീവനോടുള്ളൂ. അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചത്? പ്ലെയിൻ വരുന്ന ശബ്ദം കേട്ടു. അടുത്ത് വരട്ടെ, വെടിവെക്കാമെന്ന് കരുതി. 12,000 അടി കിളരത്തിൽ വന്നപ്പോൾ ബോംബിട്ടു. 1200 അടി കിളരത്തിൽ ആ ബോംബ് പൊട്ടി. പിന്നെ അദ്ദേഹം പറയുന്നു, എൻ്റെ കൂടെയുള്ളവരുടെ കണ്ണുകളൊക്കെ മെഴുകുപോലെ ഉരുകി കവിൾത്തടങ്ങളിലൂടെ ഒഴുകിപ്പോയി, മാംസം ചീഞ്ഞഴുകിപ്പോയി. ന്യൂക്ലിയർ റേഡിയേഷൻ. 2400 വർഷം മുമ്പ് ന്യൂക്ലിയർ റേഡിയേഷൻ എന്താണെന്ന് അറിയാത്തപ്പോൾ എഴുതി വെച്ചു, നിവർന്നു നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴുകും. അദ്ദേഹം പറഞ്ഞു, തലച്ചോറ് പൊട്ടിയിട്ട് മുട്ട പൊരിക്കുന്ന പോലെ ബ്രെയിൻ പൊരിച്ചു പുറത്തു വന്നു. ന്യൂക്ലിയർ റേഡിയേഷൻ. ഇസ്രയേൽ അത് ഉപയോഗിക്കും. ദാറ്റ് ഈസ് സാംസൺ ഓപ്ഷൻ. അവരുടെ സർവൈവലിന് അവരവസാനം അതെടുത്ത് ഉപയോഗിക്കും. ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഇസ്രയേൽ പരാജയപ്പെടത്തില്ല. പക്ഷേ ഈ അവസാനം ലോകരാജ്യങ്ങൾ വരുമ്പോൾ അവരിൽ എത്ര പേരെ കൊല്ലുമെന്നറിയാമോ? നോക്കിയാട്ടെ 13-ാം വാക്യം, 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ നമ്മൾ തന്നെ പേടിച്ചു പോവും. 8-ാം വാക്യം നോക്കി. സക്കറിയാവ് 13:8. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെടും, പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടെ കടത്തി. വെള്ളി ഊതി കഴിക്കുന്ന പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്ന പോലെ ഞാൻ അവരെ ശോധന കഴിക്കും. എന്താന്ന് മനസ്സിലായോ? അവസാനം ലോകരാജ്യങ്ങൾ വന്ന് ഇസ്രയേലിൽ 2/3 കൊന്നുകളയും. ഒരു രാജ്യത്തിൻ്റെ 2/3 ജനത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ 1/3 ശേഷിക്കും. പട്ടണത്തിൽ പാതി പിടിക്കും, മുഴുവൻ പിടിക്കില്ല. കാരണം UN പാസ്സാക്കിയിട്ടിരിക്കുന്നത് പകുതി തിരിച്ചു കൊടുക്കാനാണ്. പക്ഷേ ഈ മൂർധന്യാവസ്ഥയിൽ അവർ തിരിച്ചറിയും, യേശു ക്രിസ്തു അവരുടെ മശിഹയായിരുന്നു. ആ മശിഹയെ ഞങ്ങൾ ക്രൂശിച്ചു. നോക്കിയേ 12-ാമത്തെ അധ്യായം, അതിൻ്റെ 8 തൊട്ട് 9 തൊട്ടുള്ള വാക്യം. അന്നാളിൽ ഞാൻ യെരൂശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. അവൻ്റെ വിലാപ്പുറത്ത് അവരാണ് കുത്തിയത്, അവൻ്റെ കൈകാലുകളെ അവരാണ് ആണിയടിച്ചത്. അവനെ നോക്കി അവർ കരയാൻ തുടങ്ങും. അയ്യോ, ഞങ്ങളുടെ മശിഹയാണോ ഞങ്ങൾ ക്രൂശിച്ചത്? ഞങ്ങളുടെ മധ്യത്തിൽ വന്ന ഞങ്ങളുടെ മശിഹയെ ഞങ്ങൾ ക്രൂശിച്ചു. യഹൂദൻ അത് മനസ്സിലായിട്ട് കരയും. അത് കരയുമ്പോൾ 2/3 കൊന്നുകളയുമ്പോൾ ഒരു വാക്യൂടെ വായിക്കാം. ഞാൻ അവിടെ നിർത്താൻ പോവുകയാണ്. 14-ാം അധ്യായം എടുത്താട്ടെ. വീണ്ടും നമ്മൾ കണ്ടു, ലോക ജനതതി വന്ന് അവരുടെ പട്ടണം പാതി പിടിച്ച് 2/3 കൊന്നുകളയുമ്പോൾ 4-ാം വാക്യം നോക്കിയാട്ടെ. 14:4. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിൻ്റെ നേരെ കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ താഴ്വരയുളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. യേശുക്രിസ്തു മടങ്ങി വരും. 2000 വർഷം മുമ്പ് അവൻ പറഞ്ഞു,
ഞാൻ പോയതുപോലെ വരും. അവൻ്റെ കാൽ ഒലിമലയിൽ നിൽക്കും. ഞാൻ ആദ്യം ഒലിമല കാണുമ്പോൾ എന്നെ ഭരിച്ച വികാരം എനിക്കറിഞ്ഞുകൂടാ. ഒലിമലയുടെ ഏറ്റവും മുകളിൽ ഒരു കൊച്ചു പാറയുണ്ട്. ആ പാറയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതെന്ന് പറയുന്നു. ഇന്ന് അതൊരു മോസ്കിനകത്താണ്. പക്ഷേ അവിടെ കയറി ക്രിസ്ത്യാനികൾക്ക് കാണാനും പ്രാർത്ഥിക്കാനും അനുവദിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് മുട്ടുകുത്തി എൻ്റെ കരങ്ങൾ കല്ലിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ വരും. പക്ഷേ എന്നെ ഏറ്റവും ഭരിച്ചത് എൻ്റെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു, ദിസ് ഈസ് എ റിഫ്റ്റ് വാലി. 1927 ഒരു ഭൂകമ്പം ഉണ്ടായി. യെരുശലേമിൻ്റെ അടിയിലൂടെ ഒരു വിള്ളൽ വീണു. എപ്പം വേണേലും അത് കീറിപ്പോകാം, കിഴക്ക് പടിഞ്ഞാറായി. ഈ വചനത്തിൽ പറഞ്ഞു കണ്ടോ, യേശുക്രിസ്തുവിൻ്റെ കാലുകുത്തുമ്പോൾ ഒലിമല കിഴക്ക് പടിഞ്ഞാറായി കയറിപ്പോകും. ഞങ്ങളവിടെ ഒന്നിച്ച് കൂടി നിന്ന് പാടി ഒലിമല ഒഴുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കാൻ. യേശുക്രിസ്തു വരാറായി. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് 300 പ്രവചനങ്ങളെങ്കിലും നിവർത്തിച്ചുകൊണ്ട് ബേഥലേം പുൽക്കൂട്ടിയിൽ അവൻ പിറന്നു വീണു. അവൻ്റെ ക്രൂശുമരണം, അവൻ്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം ബൈബിളിൽ പറഞ്ഞ പോലെ സംഭവിച്ചു. 2ാം വരവ് പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് അവൻ മടങ്ങി വരികയാണ്. ഗാസ യുദ്ധം നമ്മൾ ഓർത്തതുപോലെ ഇസ്രയേലിനോടുള്ള മനോഭാവം മാറി. വലിയ ബദ്ധ വൈരാഗികളായി ലോകത്തിലുള്ള സകല മനുഷ്യരും യഹൂദ രാജ്യത്തോട് എതിർപ്പുള്ളവരായി. ബൈബിളിൻ്റെ പ്രവചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ, അമേരിക്കയും ഇസ്രയേലിനെ കൈവിടും. സമയമില്ല എടുത്തു തരാൻ. നിങ്ങൾക്ക് ആ വാക്യം വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇസ്രയേലിനെ അമേരിക്കയും കൈവിടും. ആരുമില്ലാതെ വരും. ലോകരാജ്യങ്ങൾ അവരെ വന്ന് 2 കൊല്ലും. അവരുടെ യെരുശലേം പിടിച്ചെടുക്കും. അന്ന് കുത്തിയിട്ടുള്ളവരെ തിരിച്ചറിയുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്നവരെ രക്ഷിക്കും. അതവൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. എന്നാൽ അതിന് 7 വർഷം മുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ മധ്യാകാശത്തിലേക്ക് അവൻ മാറ്റും. അതിൻ്റെ പേരാണ് റാപ്ചർ അല്ലെങ്കിൽ ഉത്പ്രാവണം. വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നു, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു കൂട്ടം ആളുകളെ ഇവിടെ നിന്ന് മാറ്റും. ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലം, ഈ യുദ്ധകാലത്തിൽ ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. ദൈവമക്കളെ അവൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളൂ. അത് എത്രയോ അടുത്തു കഴിഞ്ഞു. നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഗാസ ഇസ്രയേൽ യുദ്ധം നമ്മൾ കണ്ടതുപോലെ ആ ഫൈനൽ വാർ 3.5 വർഷം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം. അതിന് അർമഗദോൻ യുദ്ധം എന്ന് പറയും, 3rd വേൾഡ് വാർ എന്ന് പറയും. ആ യുദ്ധം ഇസ്രയേൽ യുദ്ധമല്ലാതെ 3.5 വർഷം മറ്റൊന്നും കാണത്തില്ല. അതിനുവേണ്ടി ഒരുങ്ങുന്നു. അതെപ്പം വേണേലും ആരംഭിക്കാം. എന്നാൽ അതിന് മുമ്പ് ഉൽപ്രാവണം എന്ന് പറയുന്ന, റാപ്ചർ എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കും. ദൈവമക്കളെ ഇവിടെ നിന്ന് മാറ്റും. രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ ദൈവപുത്രൻ വന്ന് മരിക്കുന്നത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അത് അംഗീകരിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടും.